ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മിനിസ്റ്ററി ഓഫ് റെയിൽവേ അസിസ്റ്റന്റ് വേക്കൻസിയാണ്. റെയിൽവേയുടെ അസിസ്റ്റന്റ് വേക്കൻസിയാണ്. ഇത് പെർമനന്റ് ജോബാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് പ്രഷറിന് അപ്ലൈ ചെയ്യാൻ പറ്റിയത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ ബെനിഫിറ്റ് ആണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനുള്ളൂ. എനിക്ക് താമസിച്ചാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ താമസിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിലൊരു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന് അപ്ലൈ ചെയ്യണം. ഞാൻ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. അതിൽ പറയുന്നുണ്ട് എത്ര ദിവസത്തിനുള്ളിൽ ഇത് അപ്ലൈ ചെയ്യണമെന്നും ഇത് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്താണെന്നും അവിടെ നമുക്ക് നോക്കാം. ഏതാണ്ട് നിങ്ങൾക്കൊരു 66,000 രൂപയുടെ സാലറി കിട്ടും. ഗ്രാജുവേറ്റ് എലിജിബിൾ ആണ്. ഗ്രാജുവേറ്റിന് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് താഴെയുള്ളവർക്ക് 10ാം ക്ലാസ്സുകാർക്കോ 12ാം ക്ലാസ്സുകാർക്കോ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും സ്റ്റേറ്റിലായിക്കോട്ടെ, ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ, ഏത് കുഗ്രാമത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലിന്റെ വേക്കൻസിയാണ്. വളരെ നല്ല വേക്കൻസിയാണ്. ഏറ്റവും ഇതിന്റെ മെച്ചമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യുന്നെന്നുള്ള ആദ്യം നിങ്ങളെ കാണിക്കാം. ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻ ഞാൻ പിന്നെ കാണിക്കാം. അപ്ലൈ ചെയ്യുന്നതിന്റെ ആ ഒരു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എന്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്റെ വീഡിയോയുടെ താഴെ തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. 3 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻ നോക്കണം. ഇവിടെ സ്റ്റെപ്പ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ട്, സ്റ്റെപ്പ് ഓഫ് ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, സ്റ്റെപ്പ് ഫോർ മേക്കിംഗ് പേയ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ചെറിയ പേയ്മെന്റ് ഉണ്ട്. അത് എത്രയാണെന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കി നമുക്ക് മനസ്സിലാക്കാം. ബാക്കി സ്റ്റെപ്പ് ഫോർ ജനറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ. ഇത്രയും നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ന്യൂ രജിസ്ട്രേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് വളരെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പറയുന്നുണ്ട് യുവർ ലോഗിൻ ഡീറ്റെയിൽ അലോങ് വിത്ത് ദ പാസ്വേഡ് വിത്ത് ഇമെയിൽഡ് ടു ദ എബവ് മെൻഷൻഡ് ഇമെയിൽ ഐ ഡി. നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ഡീറ്റെയിൽ വരും. ആ ലോഗിൻ ഡീറ്റെയിലിൽ നിങ്ങൾ ഇവിടെ ഈ ആപ്ലിക്കേഷൻ ലോഗിൻ എന്നുണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു ലോഗിൻ ഐ ഡി നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി കിട്ടും, പാസ്വേഡ് കിട്ടും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഞാൻ എങ്ങനെയാണ് ഇത് ന്യൂ രജിസ്റ്റർ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാണിക്കാം. അതിനു മുന്നേ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇവരുടെ നോട്ടിഫിക്കേഷൻ. റൈറ്റ് ലിമിറ്റഡ് എ നവരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് അണ്ടർ ദ മിനിസ്റ്ററി ഓഫ് റെയിൽവേസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് എ പ്രീമിയർ മൾട്ടി ഡിസിപ്ലിനറി കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ട്. നവരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. ഇവിടെ വേക്കൻസിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇവിടെ വേക്കൻസി നമ്പർ ഉണ്ട്, എത്ര പോസ്റ്റിന്റെ അസിസ്റ്റന്റ് എന്ന് പറയുന്നുണ്ട്. ഏജ് നിങ്ങൾക്ക് 30 വയസ്സ് വരെ ആയിരിക്കണം. ബാക്കിയുള്ള ഇവിടെ പറയുന്നുണ്ട് URന് എത്ര, EWS എത്രയാ, OBC SC ST എത്രയാണെന്ന്. ഒരു കാര്യം ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ കുറഞ്ഞ വർഷം 3 മിനിറ്റെങ്കിലും ഈ വീഡിയോ കാണണം. അതുകൂടാതെ നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ നിങ്ങൾക്ക് എന്നത്തേക്ക് അപ്ലൈ ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഏജ്, എക്സ്പീരിയൻസ് ആൻഡ് ആൾ അതർ എക്സ്പീരിയൻസ് വേണ്ട ഇതിന് പ്രഷറിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഷാൽ ബി റീലോക്ക്ഡ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ. 27 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് ഏതാണ്ട് എത്രയായിന്ന്? ഇന്ന് 25, 26, 27, 3 ദിവസമേ ഉള്ളൂ. 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. വളരെ ലഘുവായി വളരെ നല്ല വേക്കൻസിയാണ്. പെർമനന്റ് വേക്കൻസിയാണ്. റെയിൽവേയുടെ വേക്കൻസിയാണ്. 66,000 നിങ്ങൾക്ക് സാലറി കിട്ടുന്നതാണ്. ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. ഇവിടെ പറയുന്നുണ്ട് അസിസ്റ്റന്റ് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആയിരിക്കണം. മിനിമം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇല്ല. ഇവിടെ പറയുന്നത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ കാൻഡിഡേറ്റ് നിങ്ങൾക്ക് 50, അതായത് SC ST അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഗ്രാജുവേറ്റിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. SC STക്ക് നിങ്ങൾക്ക് 45% മാർക്ക് ഉണ്ടെങ്കിൽ, ഗ്രാജുവേഷനിൽ 45% മാർക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ കാൻഡിഡേറ്റ് ഷുഡ് പോസസ് ഡിഗ്രി റിക്കഗ്നൈസ്ഡ് കൺസേൺ റെഗുലേറ്ററി ബോർഡ് ഇൻ ഇന്ത്യ. അത് വലിയ കാര്യമൊന്നുമല്ല. ഇവിടെ വരുമ്പോഴത്തെ സെലക്ഷൻ പ്രോസസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് ആണ് ഇത്.
there will be 125 objective type question ആണ്. ഈ 2.5 hours നിങ്ങൾക്ക്, അതായത് 2.5 മണിക്കൂറത്തെ നിങ്ങൾക്ക് എക്സാം ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതിനകത്ത് മൈനസ് പോയിന്റ് ഇല്ല. ഇവിടെ പറയുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിന് എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറഞ്ഞത് 50% മാർക്ക് ഇതിനകത്ത് കിട്ടണം. നിങ്ങൾക്ക് മൈനസ് മാർക്കില്ല. ഇത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ് ഇതിനകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഡോക്യുമെന്റ് ഫുൾഫില്ലിംഗ് കാര്യങ്ങൾ, റിട്ടേൺ ടെസ്റ്റ് 100 മാർക്കിന്റെയാണ്. റിലാക്സേഷൻ കൺസെഷന്റെ ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു കാറ്റഗറി വരുന്നവരെ അവർ നോക്കണം. ഇവിടെ കാറ്റഗറീസ് ഫോർ വിച്ച് ഐഡന്റിഫൈഡ്, അത് ഡിസബിലിറ്റിയുടെ കാര്യം തന്നെ ഇവിടെയും പറയുന്നത്. ഫങ്ഷണൽ ക്വാളിഫിക്കേഷന്റെ കാര്യം പറയുന്നുണ്ട് ഇവിടെ, അത് നിങ്ങൾ നോക്കി. നേച്ചർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഇവിടെ എന്താണെന്ന് പറയുന്നു. അസിസ്റ്റന്റ്, പോസ്റ്റ് അസിസ്റ്റന്റ് HR ആണ്. INR 20,000 തൊട്ട് 66,000 വരെ നിങ്ങൾക്ക് ശമ്പളമുണ്ട്. അപ്രോക്സിമേറ്റ് CTC നിങ്ങൾക്ക് 8.16 lakh ആയിരിക്കും. ഇനി ഫീസ് ഉണ്ട്, ഞാൻ പറഞ്ഞു ഫീസ് ഉണ്ടെന്ന്. ചെറിയൊരു രീതിയിലുള്ള ഫീസ് ഉണ്ട്. ജനറൽ OBC കാൻഡിഡേറ്റ് നിങ്ങൾക്ക് 300 രൂപ കൊടുക്കണം. അതുകൂടാതെ EWS SC ST PWD കാൻഡിഡേറ്റിന് 100 രൂപയാണ്. ഫീസ് ഒന്നും വലുതായിട്ടില്ല. നിങ്ങളപ്പം 3 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ അധികം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അവർ ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രം മതി, വളരെ കുറച്ച് സർട്ടിഫിക്കറ്റ് മാത്രം മതി. നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി ബാക്കിയുള്ള ഇവിടെ പറയുന്നുണ്ട് റിട്ടേൺ ടെസ്റ്റിനെ പറ്റി. 14 ഡിഫറെന്റ് ലൊക്കേഷൻ, 14 ഡിഫറെന്റ് ലൊക്കേഷനിലുള്ള ആൾ ഓവർ ഇന്ത്യയിൽ ഇതിന്റെ ഈ ടെസ്റ്റിന്റെ ആ സെന്റർ ഉണ്ട്. നമ്മുടെ കേരളത്തിലുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരമാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഡൽഹി ഉണ്ട്, ഗുർഗാവ് ഉണ്ട്, കൽക്കട്ട ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, മുംബൈ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ഗുവാഹട്ടി, ലക്നോ, ഭുവനേശ്വർ, ചെന്നൈ, ഭിലായ്, അഹമ്മദാബാദ്, റാഞ്ചി, പട്ന, ട്രിവാൻഡ്രം. ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഇതിന്റെ റിട്ടേൺ ടെസ്റ്റ് നടക്കുന്നത്. ട്രിവാൻഡ്രത്ത് നമ്മുടെ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇനി സിലബസ്, നിങ്ങളുടെ സിലബസ് ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു തരത്തിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷിന്റെ ആണ്. അറൗണ്ട് 40 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടൊക്കെ ഏതൊക്കെ കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. റീഡിംഗ് കംപ്രഹെൻഷൻ, സ്പോട്ടിംഗ് എറർസ്, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ ചാറ്റ് GPT പോയി നോക്കിയാൽ മതി. ഈ കാര്യങ്ങൾക്കൊക്കെ പറ്റി നിങ്ങൾക്ക് അതിന്റെ essay കിട്ടും. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഡാറ്റ അനലൈസ്, അറൗണ്ട് 40 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതും ഡാറ്റ അനലൈസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അവിടുന്ന് വരുമ്പോൾ ടെസ്റ്റ് ഓഫ് റീസണിങ് ആൻഡ് ജനറൽ അവയർനെസിന്റെ ഉണ്ട്. 45 മിനിറ്റിന്റെയാണ്. ഇവിടെ ഏതൊക്കെ കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. വളരെ ഇത് 3 മാസം എടുക്കുക. 3 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചാൽ മതി ഇതൊക്കെ. അപ്പൊ ആ ടെസ്റ്റിന് മുന്നേ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് നിങ്ങളെ സെലക്ട് ആകുകയാണെങ്കിൽ മാത്രം ഇത് പഠിച്ചാൽ മതി. ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾ നോക്കണം. ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിവിടെ തന്നിട്ടുണ്ട്. പക്ഷേ നോട്ടിഫിക്കേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല കണക്ക് വായിച്ച് പഠിക്കണം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഓരോ വരികളും, എനിക്ക് തെറ്റുപറ്റാം, ഞാൻ പറയുന്നത് തെറ്റുണ്ടാകാം, എനിക്ക് നിങ്ങളെ അത്രയും പഠിത്തമില്ല, ചിലപ്പോൾ ഇത് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ സംസാരിക്കുന്ന കണക്കോ നിങ്ങൾ പറയുന്നത് കണക്കോ നിങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് കുറവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിച്ചു നോക്കണം നല്ല കണക്ക്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ആ ഒരു അപ്ലൈ എങ്ങനെയാ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കാണിച്ച് അത് വീണ്ടും നിങ്ങളെ അത് കറക്റ്റായിട്ട് കാണിക്കുകയാണ്. ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ ഇവിടെ വേക്കൻസി നമ്പർ ഉണ്ട്. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നോക്കണം. വേക്കൻസി നമ്പർ പറയുന്ന ഇതാണ് 726D ആണ്. ഇവിടെ പറയുന്നുണ്ട് ജനറൽ മാനേജർ ഉണ്ട്. ഇതാണ് നിങ്ങൾ എടുക്കേണ്ടത്. അവിടെ നോട്ടിഫിക്കേഷനിൽ ഇത് പറയുന്നുണ്ട് 726. ഇത് എടുത്തിട്ട് പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നുള്ള ഇത് ഇവിടെ സെലക്ട് ചെയ്യുക. നിങ്ങൾ 726D ഇവിടെയും പറഞ്ഞ് നെയിം ഓഫ് ദ ആപ്ലിക്കന്റ്, നിങ്ങളുടെ നെയിം ഇവിടെ കൊടുക്കണം. ഫാദർ ഹസ്ബൻഡ് നെയിം ഇവിടെ കൊടുക്കണം. ജെൻഡർ കൊടുക്കണം. ഇവിടെ നിങ്ങൾ മെയിലാണെങ്കിൽ മെയിൽ കൊടുക്കണം, ഫീമെയിൽ ആണ് ഫീമെയിൽ കൊടുക്കണം. മാരിറ്റൽ സ്റ്റാറ്റസ് നിങ്ങൾ കൊടുക്കണം. സിംഗിൾ ആണെങ്കിൽ, മാരീഡ് ആണെങ്കിൽ, വിഡോയാണെങ്കിൽ, ഡൈവേഴ്സ് ആണെങ്കിൽ, സെപ്പറേറ്റ് ആണെങ്കിൽ, ഞാൻ മാരീഡ് ആയതുകൊണ്ട് മാരീഡ് കൊടുത്ത്, സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ സിംഗിൾ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇവിടെ കൊടുക്കുക. അത് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഇമെയിൽ ID കൊടുക്കുക. നിങ്ങളുടെ കൺഫേം ഇമെയിൽ കൊടുക്കുക. ഇമെയിൽ ID നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കൺഫേം ഇമെയിൽ ID കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ പറയുന്നുണ്ട് യുവർ ലോഗിൻ ഡീറ്റെയിൽ എലോങ് വിത്ത് ദ പാസ്വേഡ് വിൽ ബി മെയ്ഡ് ടു ദ എബോവ് മെൻഷൻഡ് ഇമെയിൽ. നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് ആ ലോഗിൻ ഡീറ്റെയിൽ വരും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലോഗിനിൽ പോവുക. ആ ഇമെയിൽ IDയിൽ കിട്ടിയിരിക്കുന്ന ലോഗിൻ ID പാസ്വേഡ് കൊടുത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക.
വളരെ നല്ല വേക്കൻസിയാണ്. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എനിക്ക് ആ നോട്ടിഫിക്കേഷൻ താമസിച്ച് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ താമസിച്ച്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. തിരുവനന്തപുരത്ത് തന്നെ പോയി നിങ്ങൾക്ക് എക്സാം എഴുതാം. അതിന് നിങ്ങൾ വേറെ സ്റ്റേറ്റിലൊന്നും പോകേണ്ട കാര്യമില്ല. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു. ടേക്ക് കെയർ.